നമസ്കാരം. നമ്മുടെ സിനിമാ താരങ്ങളും സിനിമാ പ്രവർത്തകരും സാഹിത്യകാരന്മാരുമെല്ലാം രാഷ്ട്രീയക്കാർക്ക് വേണ്ടി അവരുടെ വാഴ്ത്തുപാട്ടുകാരായി മാറുന്നത് ലോകരാഷ്ട്രീയത്തിൽ തന്നെ അല്ലെങ്കിൽ ലോകരാഷ്ട്രീയ ഭൂമികയിൽ തന്നെ പുതുമയുള്ള കാര്യമൊന്നുമില്ല. ഈ കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ അവഞ്ചേഴ്സ് പോലുള്ള സിനിമകളിൽ അഭിനയിച്ച ഏതാണ്ട് എല്ലാ നടീനടന്മാരും കമലാ ഹാരിസിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയിരുന്നു. വീഡിയോകൾ പുറത്തുവിടുകയും ഞങ്ങൾക്ക് ട്രംപിനെ വേണ്ട എന്നുള്ള തരത്തിൽ സന്ദേശങ്ങൾ പുറത്തു വിടുകയും എല്ലാം ചെയ്തിരുന്നു. അവരുടെ വാക്കുകൾക്ക്, അവരുടെ അഭിനയചാതുരിയോട് വലിയ മതിപ്പുള്ള ജനങ്ങൾ അവരുടെ രാഷ്ട്രീയ സംബന്ധമായ വാക്കുകൾക്ക് വലിയ വിലയൊന്നുമില്ല എന്ന് കൃത്യമായി തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ. അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളായി തിരഞ്ഞെടുപ്പ് ഭൂമിയിൽ ഈ ഇത്തരത്തിലുള്ള സിനിമാ താരങ്ങളും സെലിബ്രിറ്റികളും ഇടപെടുക എന്നുള്ളത്, രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഇടപെടുക എന്നുള്ളത് പുതിയ കാര്യമൊന്നുമില്ല. പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് ഈ സിനിമാ താരങ്ങളും സാഹിത്യകാരന്മാരും രാഷ്ട്രീയക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ച് അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന തരത്തിൽ രാജ്യവിരുദ്ധത പറയുമ്പോഴാണ്. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പല നടീനടന്മാരും ബോളിവുഡിലുണ്ട്, ഹിന്ദി സിനിമയിലുണ്ട്. അമീർ ഖാൻ ഉൾപ്പെടെയുള്ളവർ കാലാകാലങ്ങളിൽ രാജ്യത്തിന് പ്രയോജനപ്രദമായ പദ്ധതികളെ തുരങ്കം വയ്ക്കുവാനായി മുന്നിട്ടിറങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസവും ഞാൻ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. ഇന്ന് ജിതിൻ കെ ജേക്കബിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ സംബന്ധിച്ചുള്ള ചർച്ചയിലും ഞാൻ ആ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ സെലിബ്രിറ്റികളുടെ കാര്യം എടുക്കുന്നതിൻ്റെ പ്രധാന കാരണം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഈ ഒരു സിനിമാ താരങ്ങളുടെ രാഷ്ട്രീയ ഇടപെടലുകൾ സംബന്ധിച്ച ചില നിരീക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങുകയാണ്. കാരണം ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന് സമാനതകളില്ലാത്ത പരാജയം നേരിടേണ്ടി വന്നു. ഭൂരിപക്ഷമില്ലെങ്കിൽ പോലും ഒരു സിനിമാ നടനായ വിജയ് 2 വർഷങ്ങൾ മാത്രം ആയുസ്സുള്ള ഒരു പാർട്ടിയുമായി, അല്ലെങ്കിൽ പ്രായമുള്ളൊരു പാർട്ടിയുമായി, ആയുസ്സല്ല പ്രായമുള്ളൊരു പാർട്ടിയുമായി അധികാരത്തിലെത്തി തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി. അതിതുവരെ ഉൾക്കൊള്ളുവാൻ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു പ്രതിഫലനം എന്നോണം, ആ ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു വിഷമത്തിൻ്റെ പ്രതിഫലനം എന്നവണ്ണം അവരിപ്പോൾ നാടാകെ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടി ഇതിൻ്റെ പരാതി പറച്ചിലും പൊട്ടിക്കരച്ചിലുമാണ്. ദ്രാവിഡ മുന്നേറ്റ കഴകം അത് അനുഭവിക്കണമെന്നുള്ളത് ഒരു വശത്ത് യാഥാർത്ഥ്യമായി നിലനിൽക്കട്ടെ. പക്ഷേ അതിലെല്ലാം അവർ മുന്നിൽ നിർത്തുന്നത് ഇത്തരത്തിലുള്ള സിനിമാ താരങ്ങളെയാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സിനിമാ താരവും ഒരു കവിയുമുണ്ട്. സിനിമാ താരം സത്യരാജ്, നമ്മുടെ ബാഹുബലി സിനിമയിലെ കട്ടപ്പ. കവി വൈരമുത്ത്. കവി എന്നുള്ളതിനേക്കാൾ സിനിമാ ഗാനരചയിതാവാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം കവി പേരരസ് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. കവിമാരുടെ രാജാവ്, കവികളുടെ രാജാവ് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ഈ 2 പേരുമാണ് പ്രധാനമായും DMK-ക്ക് വേണ്ടി മുന്നിലിറങ്ങി ഇത്തരത്തിലുള്ള നെഞ്ചത്തടിയും നിലവിളിയും നടത്തുന്നത്. കൃത്യമായിട്ട് ഞാൻ അതിശയോക്തിയായിട്ട് പറഞ്ഞതല്ല, നെഞ്ചത്തടിയും നിലവിളിയും തന്നെയാണ്. സത്യരാജ് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് വേദിയിൽ നിന്ന് പൊട്ടിക്കരയുകയാണ്. കുളത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ ചെന്ന് അവിടെ അദ്ദേഹം ചോദിക്കുന്ന, ആ നിയോജക മണ്ഡലത്തിൽ ചെന്ന് അദ്ദേഹം അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളോട് ചോദിക്കുന്നത്, ഇവിടെ MK സ്റ്റാലിനെ നിങ്ങൾ തോൽപ്പിച്ചത് ന്യായമാണോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു അപകടം പറ്റിയിട്ടുണ്ട് പുള്ളിക്ക്. ഈ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വയ്ക്കുമ്പോൾ പുള്ളി ഇങ്ങനൊരു ആംഗ്യം കാണിക്കുന്നു. അത് കണ്ടാൽ കൃത്യമായിട്ട് അറിയാം. നമുക്ക് ഈ ക്യാമറയ്ക്ക് മുൻപിൽ നിന്ന് ഏതെങ്കിലും ഒരു അഭിനയം തെറ്റുമ്പോൾ റീടേക്ക് എന്ന് പറയില്ലേ, ഒന്ന് റീടേക്ക് എടുക്കൂ എന്ന് പറയില്ല. അത് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ചില മണ്ടത്തരങ്ങൾ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. വൈരമുത്തു ആണെങ്കിൽ കാവ്യാത്മകമായ ഭാഷയിൽ DMK തോറ്റാലും സ്റ്റാലിൻ തോൽക്കാൻ പാടില്ല, ഇത്തരത്തിലുള്ള സ്റ്റാലിൻ്റെ മഹത്വങ്ങൾ വാഴ്ത്തിപ്പാടി ജനങ്ങൾ ബുദ്ധിയില്ലാത്തവരാണ്, വിവരമില്ലാത്തവരാണ്, തർക്കുറികൾ, വിവരദോഷികളാണ് എന്നുള്ള രീതിയിലാണ് പ്രചാരണം നടത്തുന്നത്. ഇവരെ 2 പേരെയും കണ്ടപ്പോഴാണ് നമ്മുടെ മലയാളത്തിലെ സിനിമാ താരങ്ങളെയും ചില സാഹിത്യകാരന്മാരെയും ഒക്കെ എനിക്ക് ഓർമ്മ വന്നത്. കൃത്യമായിട്ടും പ്രേക്ഷകർക്കറിയാം, ഈ രാഷ്ട്രീയ രംഗത്ത് നേരിട്ട് ഇടപെടുന്ന സിനിമാ താരങ്ങൾ മലയാളത്തിൽ വളരെ കുറവാണ് ഇപ്പോഴത്തെ കാലത്ത്. ഇപ്പോൾ അന്തരിച്ച സലീം കുമാറിനെ പോലുള്ളവർ കോൺഗ്രസിന് വേണ്ടിയിട്ട് നേരിട്ട് പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു. രമേഷ് പിഷാരടിയെ പോലുള്ളവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് MLA ആയി. മോഹൻലാലിനെ പോലുള്ളവർ അവരുടെ സുഹൃത്തായ ഗണേഷ് കുമാറിന് വേണ്ടിയിട്ട് പ്രചാരണത്തിന് ഇറങ്ങിയിട്ടുണ്ട്. സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ മത്സരിച്ച് തൃശ്ശൂരിൽ മത്സരിച്ച് MP ആയി ഇപ്പോൾ BJPയുടെ കേന്ദ്രമന്ത്രിയായി തുടരുകയാണ്. ഇങ്ങനെയുള്ള ചിലർ ഒഴിച്ചു കഴിച്ചാൽ മറ്റുള്ളവർ, ഇപ്പോൾ മമ്മൂട്ടി ആകട്ടെ, മറ്റേതെങ്കിലും പുതിയ നടന്മാരാകട്ടെ, അവർ പരസ്യമായി അവരുടെ ഒരു രാഷ്ട്രീയ ചായ്വ് പ്രഖ്യാപിക്കുന്നത് വളരെ വിരളമാണ് മലയാളത്തിൽ. പക്ഷേ പല പ്രശ്നങ്ങളിലും അവരവരുടെ അഭിപ്രായങ്ങൾ എന്നുള്ള രീതിയിൽ പല പരസ്യ പ്രചാരണങ്ങളും നടത്താറുണ്ട്. ഉദാഹരണത്തിന് ലക്ഷദ്വീപിൽ
പല വികസന പദ്ധതികളുമായി കേന്ദ്ര സർക്കാർ വന്നപ്പോൾ സേവ് ലക്ഷദ്വീപ് എന്നൊരു ക്യാമ്പയിൻ പുറത്തു വന്നിരുന്നു. അതിൽ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ ലക്ഷദ്വീപിനെ രക്ഷിക്കണം എന്നുള്ള രീതിയിൽ സേവ് ലക്ഷദ്വീപ്, അവിടുത്തെ കാവ്യവൽക്കരണം അനുവദിക്കില്ല എന്നുള്ളൊരു പ്രചരണം പുറത്ത് ജിഹാദികൾ നടത്തുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന തരത്തിൽ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവരുടെ ഒരു വായ്ത്താളം എന്ന് വിമർശകർ പറയുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. അതിനു മുൻപ് CAA വിരുദ്ധ സമരത്തിന് റവല്യൂഷൻ ഈസ് ഹോം ഗ്രൗൺ എന്നുള്ള പൃഥ്വിരാജിൻ്റെ പോസ്റ്റ് വളരെ പ്രസിദ്ധമാണ്. അടിസ്ഥാനപരമായിട്ട് ജിഹാദികളെ പിന്തുണയ്ക്കുന്ന തരത്തിൽ. ഈ ജിഹാദികളുടെ പിന്തുണയാണ് ഇവരുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം കേരളത്തിൽ വരുമ്പോൾ. ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം അവർ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ക്രമഘടന അല്ലെങ്കിൽ ഒരു പ്രവർത്തന രീതി ശ്രദ്ധിച്ചാൽ ഇതിലെല്ലാം ഒരു കൃത്യമായിട്ടുള്ളൊരു പ്രവർത്തന രീതി നമുക്ക് കാണും. ഈ ഒരു ക്രമഘടന എന്ന് പറയുന്നത്, പാറ്റേൺ എന്ന് പറയില്ലേ, അത് നമുക്ക് ദൃശ്യമാകും. ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. പണം വാങ്ങിയുള്ള പരസ്യ പ്രചരണം. അവരിപ്പോൾ കല്യാൺ ജുവലേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഭീമയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആഭരണക്കടയുടെയോ വസ്ത്രാലയത്തിൻ്റെയോ പരസ്യത്തിൽ അഭിനയിക്കുന്നത് പോലെ തന്നെ ഇതും അവർക്കൊരു അഭിനയമാണ്. അവർ കൃത്യമായി ഇത്ര രൂപ തന്നാൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ അല്ലെങ്കിൽ ട്വിറ്ററിലോ ഞങ്ങൾ ആ പോസ്റ്റ് ചെയ്യാം, അതും 3ലും ചെയ്യണമെങ്കിൽ ഇത്ര രൂപ, അങ്ങനെ വിലപേശി വാങ്ങുന്നവരുമുണ്ട് എന്ന് പറയപ്പെടുന്നു. കൃത്യമായിട്ട് അതിൻ്റെ തുകകളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്നാലും അങ്ങനെയുള്ള ആരോപണങ്ങൾ ശക്തമാണ്. കാരണം ദീപിക പദുകോണിൻ്റെ കാര്യത്തിൽ 5 കോടി രൂപ വാങ്ങിയാണ് അവർ JNUവിൽ ഒരു പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കുവാൻ പോയത്. ചെന്ന് നിശബ്ദയായി അവിടെ നിന്ന് അവരുടെ ചിത്രം പകർത്തുവാൻ നിന്ന് കൊടുത്തു എന്നുള്ളതല്ലാതെ മറ്റൊന്നും, ഒരു വാക്ക് പോലും അവരവിടെ ഉരിയാടിയില്ല. അവരവിടെ ചെന്ന് കയ്യും കെട്ടി താഴേക്ക് നോക്കി ഇങ്ങനെ നിന്നു. നേരെ ക്യാമറകളിലേക്ക് പോലും അവർ നോക്കിയില്ല. അങ്ങനെ പോയി നിന്നതിന് 5 കോടി രൂപയാണ് ദീപിക പദുകോൺ വാങ്ങിയത് എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ മലയാളത്തിലെ സിനിമാ താരങ്ങളെ സംബന്ധിച്ചും ഏറ്റക്കുറച്ചിലുകളോടെ ഉണ്ട്. ഇനി മറ്റൊരു ഭാഗത്തേക്ക് നോക്കിയാൽ ഈ ജിഹാദികൾ പ്രീണനം എന്നുള്ളതാണ് മലയാളി സിനിമാ താരങ്ങളുടെ ഒരു പ്രവർത്തന രീതി. സാഹിത്യകാരന്മാരുടെ കാര്യത്തിൽ ഒരല്പം വ്യത്യാസമുണ്ട്. ഇക്കാര്യത്തിൽ ജിഹാദികളെ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരെയും പ്രകടിപ്പിക്കും. അതിലേക്ക് നമുക്ക് വരാം. മലയാളി സിനിമാ താരങ്ങളുടെ കാര്യം പറയുമ്പോൾ ഒരാളുടെ കാര്യം കൂടി എടുത്തു പറയണം, ദുൽഖർ സൽമാൻ. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഈ ദുൽഖർ സൽമാൻ എന്ന് പറയുന്നത് വളരെ ധീരനായ ഒരു സാമൂഹ്യ പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു ധീരനായ വ്യക്തിയോ പോലുമല്ല. അദ്ദേഹം നിർമ്മിച്ച വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിൽ ഒരു നായ പ്രഭാകരൻ എന്ന് വിളിക്കുന്നതിൻ്റെ പേരിൽ തമിഴ്നാട്ടുകാരോട് നടന്ന് മാപ്പ് പറഞ്ഞൊരു വ്യക്തിയാണ് അദ്ദേഹം. ഈ കഴിഞ്ഞ അദ്ദേഹം നിർമ്മിച്ച ലോക എന്നുള്ള സിനിമയിൽ ബാംഗ്ലൂരിനെ അപമാനിച്ചു എന്നുള്ള വിവാദം ഉയർന്നപ്പോൾ അതിനും നടന്ന് മാപ്പ് പറഞ്ഞൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പക്ഷേ സുധീരമായ പോസ്റ്റുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഓൾ ഐസ് ഓൺ റാഫ, ഈ റാഫയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ വിമർശിച്ചു കൊണ്ട് എന്നുള്ള തരത്തിലുള്ള പോസ്റ്റുകൾ വരും. അത് ഒരു മാനവീയതയ്ക്ക് വേണ്ടി, ഒരു മനുഷ്യരാശിക്ക് വേണ്ടി, മാനവ നന്മയ്ക്ക് വേണ്ടി എന്നുള്ള ഒരു പ്രതിച്ഛായയായിരിക്കും അതിന് അദ്ദേഹം നൽകുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലങ്ങനെ ആയിരിക്കില്ല. കാരണം ഈ കാശ് വാങ്ങി ചെയ്യുന്ന സാധനങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ചിന്ത വരേണ്ട കാര്യമേ ഇല്ലല്ലോ. അത്തരത്തിലുള്ളൊരു പ്രതിച്ഛായയായിരിക്കും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ പെഹൽഗാമിലെ ഭീകരവാദ ആക്രമണത്തിനോ ഒന്നും അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായില്ല. കാരണം പെഹൽഗാമിൻ്റെ ഇരകൾ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ ഞങ്ങളുടെ കാര്യം കൂടി ഒന്ന് പറയൂ ദുൽഖറിക്ക അല്ലെങ്കിൽ DQ ചേട്ട അല്ലെങ്കിൽ DQ ഇക്ക എന്ന് പറഞ്ഞ് കാശ് കൊടുക്കില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ, എനിക്കറിയില്ല. പ്രേക്ഷകർ തീരുമാനിക്കുക. അത് കമൻറ്റുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതേ സംബന്ധിച്ചുള്ളത് രേഖപ്പെടുത്തുക. ഇത്തരത്തിലാണ് സിനിമാ താരങ്ങളുടെ പ്രവർത്തനം. സാഹിത്യകാരന്മാരുടെ കാര്യത്തിൽ വന്നാൽ ജിഹാദി പ്രീണനം മാത്രമല്ല, നടന്ന് ജിഹാദി പ്രീണനം മാത്രം കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. കാരണം ഈ ഇപ്പോൾ അടുത്ത് ടാലിയോ അങ്ങനെ കുറേ ആളുകളുണ്ട്. കാരണം ജിഹാദി പ്രീണനം മാത്രം കൊണ്ട് ഉപജീവനം കഴിച്ചു പോകുന്നവർ. അല്ലാത്തവർ ഈ കുറച്ചുകൂടി ഈ പൊതുജന സമ്മതി ഉണ്ട് എന്ന് സ്വയം ധരിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു കാലത്ത് ഇവരൊക്കെ വലിയ പൊതുജീവികളാണ് എന്ന് ജനം തെറ്റിദ്ധരിച്ചിരുന്ന ചില ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരെ ആയിരിക്കും പ്രീണിപ്പിക്കുക. അതുവഴി ഇപ്പോൾ ജിഹാദി പ്രീണനവും നടത്തുന്നുണ്ട് എന്നുള്ള രീതിയായിരിക്കും ഇവരെല്ലാം അവലംബിച്ചു വരുന്നത്. ഇതെല്ലാം ശരി, അവരവർക്കിഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ പിന്തുണയ്ക്കുകയോ അവർക്ക് വേണ്ടിയിട്ട് വാഴ്ത്തുപാട്ടുകൾ നടത്തുകയോ ചെയ്യുന്നത് സാഹിത്യകാരന്മാരുടെയും സിനിമാ താരങ്ങളുടെയും ഒക്കെ ഒരു ജോലി തന്നെയാണ്. കാരണം അവർക്ക് ലഭിക്കുന്ന എന്തെങ്കിലും ഒരു പ്രയോജനത്തിന് പ്രതിഫലമായി അവരിത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു. കാശ് വാങ്ങി നമ്മുടെ മുമ്പിൽ നമ്മളെ രസിപ്പിക്കാനായി അഭിനയിക്കുന്ന അവർക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നതിനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതും ഒരു എൻ്റർടൈൻമെൻറ്റായി നാം കണ്ടാൽ മതി. പക്ഷേ പ്രശ്നം വരുന്നത് ഈ പറയുന്നത് പോലെ ഓൾ ഐസ് ഓൺ റാഫ എന്ന പോസ്റ്റ് ഇടുന്നവൻ പഹൽഗാമിനെ അവഗണിക്കുമ്പോഴാണ് അവരുടെ കൃത്യമായിട്ടുള്ള ജിഹാദി ചായ്വുകൾ വ്യക്തമാകുന്നത്. അന്തംഗമി ചായ്വ് പോലും നമുക്കൊരു പരിധിവരെ
സഹിക്കാം, ക്ഷമിക്കാം. കാരണം അന്തംഗമികൾ എന്ന് പറയുന്നത് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയല്ല. നമ്മുടെ രാജ്യത്ത് കൃത്യമായി ഭരണഘടനാനുസൃതം എന്ന വ്യാജേന പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. ഭരണഘടനയും അവരുമായിട്ട് കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ എങ്കിൽ പോലും ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്നു എന്ന് നിയമം സമ്മതിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. പക്ഷെ ജിഹാദികളെ പ്രോത്സാഹിപ്പിക്കുവാനോ അല്ലെങ്കിൽ ജിഹാദികളുടെ ആശയങ്ങൾക്ക് പിന്തുണ നൽകുവാനോ എന്നുള്ള രീതിയിൽ ദുൽഖർ സൽമാൻ ആയാലും സത്യരാജ് DMKക്ക് വേണ്ടിയിട്ടാണ് ഈ വാഴ്ത്തിപ്പാടലുകൾ നടത്തുന്നതെങ്കിലും ഒരു കാര്യം കൃത്യമായിട്ട് ഓർക്കുക, CAA പോലുള്ള നിയമങ്ങൾക്ക് എതിരെ ഉണ്ടായ രാജ്യവിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകിയിട്ടുള്ള വ്യക്തിയാണ്. SIRനെതിരെ വ്യാജ പ്രചരണത്തിന് മുൻപിൽ നിന്നിട്ടുള്ള, രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിച്ച വ്യക്തിയാണ്. അതെല്ലാം DMKക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇനി ഒരുപക്ഷെ രാഷ്ട്രീയ ചുവടുവെപ്പുകളുടെ അല്ലെങ്കിൽ കരുനീക്കങ്ങളുടെ ഭാഗമായി DMK NDA പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം സമീപ ഭാവിയിൽ തന്നെ ഉരുവായാൽ പോലും ഇതെല്ലാം വാസ്തവമാണ്. DMK ഇത്തരം പ്രചരണങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പിന്നിലുണ്ടായിരുന്നു കുറച്ചു കാലം മുൻപ് വരെ, അവർ അധികാരത്തിലിരുന്ന കാലം വരെ. അതിൻ്റെ എല്ലാം പ്രചരണങ്ങൾക്ക് മുൻപിൽ നിന്ന വ്യക്തിയായിരുന്നു സത്യരാജ്, ഈ വൈരമുത്തു, പ്രകാശ് രാജും കൃത്യമായിട്ട് തന്നെ തമിഴ്നാട്ടിൽ വരുന്ന കാലഘട്ടങ്ങളിലെല്ലാം വന്നിറങ്ങുന്ന കാലഘട്ടങ്ങളിലോ സമയത്തോ എല്ലാം കൃത്യമായിട്ടും ഭാരത സർക്കാരിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ എന്ന വ്യാജേന ഭാരതത്തെ അപമാനിക്കുവാനും ഭാരതത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനും ശ്രമിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. തമിഴ്നാട്ടിൽ നിന്ന് പോയി കർണാടകയിലെത്തിയാലും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈന്ദവ വിശ്വാസങ്ങളെ അപമാനിക്കുവാനും രാജ്യത്ത് എന്ത് വികസന പദ്ധതി ഉണ്ടായാലും അതിനെ പരിഹസിക്കുവാനും അല്ലെങ്കിൽ ഭാരതത്തെ ഇകഴ്ത്തി കാണിക്കുവാനുമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴുമാണ് എന്നുള്ളതാണ് വസ്തുത. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഈ സാഹിത്യകാരന്മാരും സിനിമാ താരങ്ങളും നീങ്ങുമ്പോഴാണ് ഈ വാടകവായികൾ ഇവർ പ്രവർത്തിക്കുന്നതിൽ പ്രശ്നം വരുന്നത്. ഇവരെല്ലാം വാടകവാകളാണ്. കാരണം വാടകയ്ക്ക് എടുക്കുന്ന വാകളാണ്. അല്ലാതെ ഇവരുടെ ഈ അടിസ്ഥാനപരമായിട്ട് ഈ പറയുന്ന വ്യക്തികളുടെ എല്ലാം ഒരു ഒരു 10 മിനിറ്റ് ഇവരുമായി മുഖാമുഖം സംസാരിച്ചാൽ നമുക്ക് ഏതാണ്ട് ഇവരുടെ ഒരു പൊതുജീവിതത്തെക്കുറിച്ച്, പൊതുസമൂഹത്തെക്കുറിച്ച്, ലോകക്രമത്തെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് വ്യക്തമാകും. കമന്ന് കിടന്ന് ചിരിച്ചു പോകും. കാരണം ഇവർ ഈ പുറത്ത് പ്രചരിപ്പിക്കുന്ന ഇവരുടെ ഒരു പ്രതിച്ഛായ ഉണ്ടല്ലോ, അതിന് നേരെ വിപരീതമാണ്. 5 പൈസയുടെ വിവരമില്ല എന്ന് ഗ്രാമ്യമായ ഭാഷയിൽ പറയുമല്ലോ. ഈ പറഞ്ഞ പേരുകളെല്ലാവരും തന്നെ ഒരാളൊഴിവില്ലാതെ അതിൽപ്പെടും. സാഹിത്യകാരന്മാരുടെ കാര്യവും അങ്ങനെ തന്നെ. കാരണം അടിസ്ഥാനപരമായിട്ട് അവരുടെ തുടക്കകാലത്ത് ആദ്യ കൃതികളൊക്കെ എഴുതുന്ന സമയത്ത്, ആദ്യ നോവലോ കഥയോ കവിതയോ എഴുതുന്ന കാലത്ത് അവർക്ക് പൊതുസമൂഹവുമായി നേരിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. അവിടെ നിന്നാണ് അവർ കഥകൾ എടുത്തിരുന്നത് എന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും പ്രസിദ്ധരായി കഴിഞ്ഞാൽ അവർക്ക് ഈ പൊതുസമൂഹവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും. അവർ തന്നെ വിച്ഛേദിക്കും. കാരണം തങ്ങൾ വളരെ ഉയർന്ന ബൗദ്ധിക തലത്തിലുള്ള ആളുകളാണ് എന്നൊരു ചിന്ത അവർ സ്വയം എടുത്തങ്ങണിയും അല്ലെങ്കിൽ തലയിൽ കൊണ്ടു നടക്കും. അതോടുകൂടി സമൂഹവുമായിട്ടുള്ളൊരു ബന്ധം വിച്ഛേദിക്കപ്പെടും. പിന്നെ അവർ പറയുന്നത് മുഴുവൻ ഈ മനുഷ്യർക്ക് മനസ്സിലാവാത്ത ഇഫ് യു കനോട്ട് കൺവിൻസ് ദം കൺഫ്യൂസ് ദം എന്ന് പറയില്ലേ, ആ രീതിയിലുള്ള ബൗദ്ധിക പ്രഭാഷണങ്ങളായിരിക്കും. ബൗദ്ധിക വിസർജനമെന്ന് വിമർശകർ പറയുന്ന രീതിയിലുള്ള വാക്കുകളായിരിക്കും അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കും ഈ വിവരം തുലോം കുറവാണ്. മറ്റുള്ള സിനിമാ താരങ്ങളെ പോലെയല്ല, അവർക്ക് വിവരം സത്യത്തിലില്ല, ഉണ്ടെന്നവർ ഭാവിക്കുകയാണ്. ഇവർക്ക് ഉണ്ടെന്ന് പറയുന്ന വിവരം എന്ന് പറയുന്നത് നല്ല വിവരക്കേടാണ്. അതിനെയാണ് അവർ ബൗദ്ധിക ഔന്നത്യമായി കാണുന്നത്. വ്യത്യാസം ഈ ഒരു വാക്കുകളിലേ ഉള്ളൂ. അടിസ്ഥാനപരമായി രണ്ടും ഒന്ന് തന്നെ. പഴയ ബോംബ് കഥ തന്നെ എന്ന് പറയുന്നത് പോലെ രണ്ടും ഒന്ന് തന്നെ. ബോത്ത് ആർ മാത്തമാറ്റിക്സ് എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ വാടകവാകൾ പ്രശ്നമാകുന്നത് അവർ രാജ്യവിരുദ്ധത പുലമ്പി തുടങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ വിസർജിച്ചു തുടങ്ങുമ്പോഴാണ്. ഇത്തരത്തിലുള്ള വിസർജനങ്ങൾ ഈ വരും ദിവസങ്ങളിൽ നമുക്ക് വളരെയധികം കാണാം. ആ ഒരു പ്രശ്നത്തിലേക്കൊന്ന് കാര്യം കൊണ്ടുവരാനാണ് ഇത്രയും നീട്ടിപ്പരത്തി ഇവരുടെ എല്ലാം പേരുകൾ എടുത്തു പറഞ്ഞ് പ്രേക്ഷകരുമായി ഈ കാര്യങ്ങൾ പങ്കുവച്ചത്. ഈ വരും ദിവസങ്ങളിൽ ഗ്രേറ്റർ നിക്കോബാർ പ്രൊജക്റ്റിനെതിരെ ഇവരിൽ ആരൊക്കെ മുന്നോട്ട് വരും എന്നുള്ളത് പ്രേക്ഷകർ ദയവായി ഒന്ന് ശ്രദ്ധിക്കുക. അത് സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കാരണം ഈ വരും ദിവസങ്ങളിൽ ഈ ഗ്രേറ്റർ നിക്കോബാർ പ്രൊജക്റ്റിനെതിരെയുള്ള പ്രചരണങ്ങളുമായി മുന്നോട്ട് വരുന്നവരെ എല്ലാം നിങ്ങൾ കൃത്യമായി ഈ പേരുകളിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് എഴുതി വെച്ചിട്ടൊന്ന് ടിക്ക് ചെയ്ത് വെച്ചുള്ളൂ, ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട്. കാരണം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവർ ഈ കൊണ്ടുവരാൻ പോകുന്ന പ്രചരണങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിനൊന്നും വലിയ കാര്യമുണ്ടാകാൻ പോകുന്നില്ല. എന്നിരുന്നാലും രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനുള്ള ഒരവസരവും ഇവർ കൈവിടില്ല. എന്തുകൊണ്ട് കൈവിടില്ല? ഇവർക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു രാജ്യവിരുദ്ധ ആശയത്തോട് എന്തെങ്കിലും കൂറുള്ളത് കൊണ്ടാണോ? ചിലർക്ക്
വ്യക്തിപരമായിട്ട് കൂറ് കാണാം, അത് മതം മാത്രമാണ്. അതിൽ ഈ പേരുകാരിൽ ആരാണ് ഉൾപ്പെടുന്നതെന്നുള്ള പ്രേക്ഷകർ തീരുമാനിക്കുക. മറ്റുള്ളവർ കൃത്യമായിട്ടും അവർക്ക് ഇതിൻ്റെ സാമ്പത്തിക ലാഭമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സോ, സാമ്പത്തികം നേരിട്ട് പണം കിട്ടുന്നത് മാത്രമല്ലല്ലോ ലാഭം, അതൊരു സിനിമയിലുള്ള അവസരമായിരിക്കാം, വലിയ പ്രൊജക്റ്റുകളിലേക്കുള്ള ഒരു വാതിലുകൾ തുറക്കപ്പെടുന്നതാകാം. ഏതെങ്കിലും തരത്തിലുള്ള ലാഭമില്ലാതെ അവരിതിലൊന്നും ചെയ്യില്ല. ചിലർ മാത്രം മതമാണ് പ്രശ്നം, അതിൻ്റെ കൂടെ കാശ് കിട്ടുകയാണെങ്കിൽ ലാഭമല്ലേ എന്നുള്ള തരത്തിലായിരിക്കും ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രേറ്റർ നിക്കോബാർ പ്രൊജക്റ്റ് ഇതിനൊരു അളവുകോലായി പ്രേക്ഷകർ ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ രസകരമായിട്ടുള്ള പല അഭിപ്രായ പ്രകടനങ്ങളും കാണാം. കേൾക്കുമ്പോൾ രസകരമാണ് എന്ന് തോന്നാത്ത, നമ്മുടെ രക്തം തിളയ്ക്കുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളായിരിക്കും അവ. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ തമാശകളായി കാണുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. ഇവരുടെ എല്ലാം പേരുകൾ എഴുതി വെച്ച് സ്റ്റേജ് 1 കോണ്ടസ്റ്റന്റ് നമ്പർ 1 ഓൺ സ്റ്റേജ്, 2 ഓൺ സ്റ്റേജ്, 3 ഓൺ സ്റ്റേജ് എന്ന് ടിക്ക് ചെയ്ത് പോവുക. തമാശയായിട്ട് എടുക്കുക. ഈ വാടക വാകൾ അത്രയുമേ അർഹിക്കുന്നുള്ളൂ. പരിഹാസം മാത്രമേ ഇവർ അർഹിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള വിമർശനങ്ങളും ഇവരാരും അർഹിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു ബൗദ്ധിക നിലവാരം പുലർത്തുന്നവർക്കല്ലേ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കൊണ്ട് നമുക്കവരെ നേരിടുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ വാടക വാകളെ ഇപ്പോൾ ഒരാൾ വന്ന് ഒരു ദുഃഖകരമായ അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ദോഷകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സന്ദേശം ഒരാൾ വന്ന് തരുന്നു, പോസ്റ്റ്മാൻ ഒരു കത്ത് കൊണ്ടുതരുന്നു, അല്ലെങ്കിൽ കത്ത് എന്ന് പറയുന്നൊരു സംവിധാനം ഇപ്പോഴും നിലവിലുണ്ടെന്നുള്ള ധാരണയിൽ അല്ലെങ്കിൽ ഒരു സാങ്കല്പിക സാഹചര്യമാണ് ഞാൻ പറയുന്നത്. ആ കത്ത് വായിച്ചിട്ട് പോസ്റ്റ്മാനോട് നമ്മൾ ചൂടായിട്ട് വല്ല കാര്യമുണ്ടോ? ഇവരെല്ലാം വെറും വാടക വാകളാണ്. പോസ്റ്റ്മാൻ അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിന് മര്യാദയ്ക്ക് വിയർപ്പൊഴുക്കി നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം തേടി ജോലി ചെയ്ത് ജീവിക്കുന്നു. ഇവരെല്ലാം കൃത്യമായിട്ട് AC മുറികളിലിരുന്ന് ഈ ജിഹാദികൾക്കും മറ്റ് രാജ്യവിരുദ്ധ ശക്തികൾക്കും വേണ്ടി നെറ്റി വിയർക്കാതെ അപ്പം തിന്ന് ജീവിക്കുന്നു. അതിൻ്റെ പേരിൽ വാടകവാകളായി പ്രവർത്തിക്കുന്നു. അവരെയൊന്നും വിമർശിച്ചിട്ട് കാര്യമില്ല, പരിഹസിക്കാം. കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തികൾ പരിഹാസം മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് മറുമരുന്ന്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ആശയം അല്ലെങ്കിൽ പ്രവർത്തന രീതി കയ്യിലെടുക്കുന്നത് നന്നായിരിക്കും. ഇവർക്കൊക്കെ ഒരു പുനർചിന്തനം ഉണ്ടാകണമെന്ന് നമുക്ക് ആശിക്കാം. ഉണ്ടാകണമെങ്കിൽ അതിന് സാധ്യതയുള്ളത് ഈ പരിഹാസത്തിലൂടെ മാത്രമേ ഉള്ളൂ. വിമർശനം വന്നു കഴിഞ്ഞാൽ അവരതും ഈ ക്ലിക്ക് ബൈറ്റ് ആക്കും. ദുൽഖർ സൽമാനെ അസഭ്യം പറഞ്ഞു, വട്ടിയൂർക്കാവ് കുട്ടൻ അറസ്റ്റിൽ എന്നുള്ള വാർത്ത അത് അവരുടെ പ്രചരണത്തിനായി ഉപയോഗിക്കും, അല്ലെങ്കിൽ അവരുടെ പ്രസിദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കും. എന്തിനു വെറുതെ പരിഹസിച്ച് വിടുക എന്നുള്ള രീതിയിൽ തന്നെ ഇവരെ കൈകാര്യം ചെയ്യുക. അത് മാത്രമാണ് ഇവർക്കുള്ള മറുമരുന്ന്. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും വീക്ഷണകോണുകളും വിചാരങ്ങളും തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കമൻറ്റുകളിലൂടെ നിങ്ങളുടെ ഒരു പങ്കാളിത്തം തീർച്ചയായും ഉറപ്പാക്കുക. അതാണ് തത്വമയി ന്യൂസിന് പ്രേക്ഷകരോട് അപേക്ഷിക്കുവാനുള്ളത്. കാരണം നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായാൽ മാത്രമേ സംവാദങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. സംവാദങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ഒരു ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മാധ്യമം എന്നുള്ള നിലയിൽ തത്വമയി ന്യൂസിൻ്റെ ഇത്തരത്തിലുള്ള ഒരു സംരംഭങ്ങൾ കൂടുതൽ ഫലപ്രദമാവുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് തന്നെ അത് എങ്ങനെ മെച്ചപ്പെടുത്തണം, എന്തെങ്കിലും ഒരു ദോഷമുണ്ടെങ്കിൽ, അതിനെന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അതും ചൂണ്ടിക്കാണിക്കുക. ഇത്തരത്തിലുള്ള വിഷയങ്ങളോട് കൂടുതൽ ക്രിയാത്മകമായി പ്രേക്ഷകർ പ്രതികരിക്കുക, സംവദിക്കുക. സംവാദങ്ങൾ തുടരണമെന്നുള്ളത് തന്നെയാണ് ഈ ഒരു സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു പ്രധാന ലക്ഷ്യം. അങ്ങനെ അത് കണ്ടുപിടിച്ചവർ, ഇത് ഒക്കെ ഉണ്ടാക്കിയവർക്ക് അത്തരത്തിലൊരു ലക്ഷ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അറിഞ്ഞോ അറിയാതെയോ അത്തരത്തിലൊരു ലക്ഷ്യത്തിലേക്ക് ഇവയെ ഉപയോഗിക്കുവാനുള്ളൊരു സാഹചര്യം നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം മുതലെടുക്കുക, ആ ഒരു സാഹചര്യം ഉപയോഗിച്ച് തത്വമയി ന്യൂസുമായിട്ട് ഈ സംവാദത്തിൽ സഹകരിച്ച് തത്വമയി ന്യൂസിനൊപ്പം ദേശീയതയ്ക്കൊപ്പം മുന്നോട്ട് പോവുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.